നമസ്കാരം. പ്രധാന വാർത്തകൾ. മഴയുടെ ശക്തി കുറഞ്ഞു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ കാറ്റിനും മഴയ്ക്കും സാധ്യത. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അത്ര ശക്തമായ മഴയ്ക്ക് ഇനി സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. മഴയ്ക്ക് പുറമെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇംഗ്ലണ്ടിനെ വീഴ്ത്തി ഇന്ത്യ ഫൈനലിൽ. 2020 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ. ഇംഗ്ലണ്ടിനെ 68 റൺസിന് തകർത്താണ് രോഹിത് ശർമ്മയും സംഘവും വീണ്ടും ഒരു കലാശപ്പോരിന് തയ്യാറെടുക്കുന്നത്. നാളെ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. രണ്ടാം സെമിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസ് അടിച്ചു. മറുപടി പറഞ്ഞ ഇംഗ്ലണ്ടിന്റെ പോരാട്ടം 16.4 ഓവറിൽ 103 റൺസിൽ അവസാനിപ്പിച്ചാണ് ഇന്ത്യ കലാശപ്പോരിന് എത്തുന്നത്. തോൽവി അറിയാതെയാണ് ഇന്ത്യൻ ടീമിന്റെ ഫൈനൽ പ്രവേശം. മൂന്ന് വയസ്സുകാരനെ തിളച്ച ചായ ഒഴിച്ച് പൊള്ളിച്ചതായി പരാതി. കുട്ടി ആശുപത്രിയിൽ. തിരുവനന്തപുരത്ത് 3 വയസ്സുകാരനെ തിളച്ച ചായ ഒഴിച്ച് ദേഹമാസകലം പൊള്ളിച്ചതായി പരാതി. അമ്മയുടെ രണ്ടാനച്ഛൻ കുട്ടിയുടെ ദേഹത്തേക്ക് ചായ ഒഴിച്ചെന്നാണ് പരാതി. ഗുരുതരമായി പൊള്ളലേറ്റ കുട്ടി SIT ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം മണ്ണന്തലയിലാണ് സംഭവം. വട്ടിയൂർക്കാവ് സ്വദേശികളായ ദമ്പതികളുടെ മകനാണ് പൊള്ളലേറ്റത്. സംഭവത്തിൽ മണ്ണന്തല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ മേൽക്കൂര തകർന്നു വീണ് അപകടം. ഒരാൾ മരിച്ചു. ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് അപകടം. ഒരാൾ മരിച്ചു. മരിച്ചയാളെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപകടത്തിൽ നിരവധി കാറുകൾ തകർന്നു. വിമാനത്താവളത്തിന്റെ 1ാം ടെർമിനലിൽ പുലർച്ചെ 5:30ഓടെയായിരുന്നു അപകടം സംഭവിച്ചത്. പുലർച്ചെ മുതൽ പെയ്യുന്ന കനത്ത മഴയിലാണ് അപകടമുണ്ടായത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ 300ഓളം അഗ്നിശമന സേനാ യൂണിറ്റുകൾ സംഭവസ്ഥലത്തെത്തി. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. കടൽക്ഷോഭം. എടവനക്കാട് തീരപ്രദേശത്ത് ഇന്ന് ഹർത്താൽ. കടൽക്ഷോഭം തടയുന്നതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എടവനക്കാട് തീരപ്രദേശത്ത് ഇന്ന് ഹർത്താൽ. കടൽക്ഷോഭം തടയുന്നതിന് അധികാരികൾ നടപടികളൊന്നും സ്വീകരിക്കാതെ വന്നതോടെയാണ് സമരസമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കടൽക്ഷോഭം തടയുന്നതിന് ടെട്രാപോഡ് സ്ഥാപിക്കണമെന്നാണ് എടവനക്കാട് പ്രദേശവാസികളുടെ ആവശ്യം. 6 മാസത്തിനുള്ളിൽ ജോലികൾ തുടങ്ങണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകാതായതോടെയാണ് ഹർത്താൽ നടത്തുന്നത്.